അല്ല ഫോണും കളിച്ചിങ്ങനെ കുത്തിരിക്കും. റേഷൻ കാർഡ് മസ്റ്റർ ചെയ്യണ്ടേ? സമയമുണ്ടല്ലോ. 8-ാം തീയതി വരെയുള്ള സമയം. ഓരോ തിരക്കപ്പെട്ട പിന്നെ മറക്കും. അല്ല കഞ്ഞുടി മുട്ടും. മുട്ടണല്ല, റേഷൻ കടയിൽ പോകാതെ തന്നെ മസ്റ്ററിന് പോകണോ പോകണ്ടേ എന്നുള്ളത് നമുക്ക് വീട്ടിൽ തന്നെ തീരുമാനിക്കാം. അതെങ്ങനെയാണെന്ന് നമുക്കറിയാം? അറിയില്ല. ഇല്ല. അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, എന്നെ കാണുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് ഇപ്പോൾ അറിയാലോ, മഞ്ഞ കളർ റേഷൻ കാർഡ് അതേപോലെ തന്നെ പിങ്ക് കളർ റേഷൻ കാർഡില്ല എല്ലാ ആളുകളും റേഷൻ കടയിൽ പോയിട്ട് മസ്റ്ററിങ് ചെയ്യണമെന്നാണ് പുതിയൊരു നിയമം. അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതിൻ്റെ മുമ്പ് നിങ്ങൾക്ക് റേഷൻ കടയിൽ പോവാതെ തന്നെ നിങ്ങൾ മാസ്റ്ററിങ് ശരിയായിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പോവേണ്ട ആവശ്യമുണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെക്ക് ചെയ്യാം. അതിനൊരു ലിങ്ക് ഉണ്ട്, റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു ലിങ്കാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ എന്തായാലും എന്ത് ചെയ്യാം, കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. ആ ലിങ്ക് വഴി കയറിയിട്ട് അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന് ശേഷം നിങ്ങൾ പോകണമെങ്കിൽ മാത്രം പോയാൽ മതി, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകേണ്ട ആവശ്യമില്ല. ഓക്കെ. അപ്പോൾ നമ്മൾ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ് വരിക. RC നമ്പർ എന്ന് പറയുന്നത് നമ്മുടെ റേഷൻ കാർഡ് നമ്പർ അടിച്ചു കൊടുക്കാനുള്ള ഒരു കോളാണ്. അവിടെ 10 അക്കം അടങ്ങുന്ന നമ്മുടെ റേഷൻ കാർഡിൻ്റെ നമ്പർ അവിടെ അടിച്ചു കൊടുത്ത് സബ്മിറ്റ് ചെയ്യുക. ഇതെൻ്റെ തറവാട്ടിലെ കാർഡാണ് കേട്ടോ. എൻ്റെ ഉമ്മയും എൻ്റെ അനിയനൊക്കെ ഉള്ള തറവാട്ടിലെ കാർഡാണ്. അതിൽ ആദ്യത്തെ 3 എണ്ണം നിങ്ങൾക്ക് കാണാം നോട്ട് ഡൺ എന്നാണ്. ഈ നോട്ട് ഡൺ എന്നാണ് നിങ്ങൾ ചെക്ക് ചെയ്തിട്ടും വരുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും റേഷൻ കടയിൽ പോകണം. KYC എന്ത് ചെയ്യണം, അപ്ഡേറ്റ് ചെയ്യണം. നിങ്ങൾക്ക് എന്തായാലും മസ്റ്ററിങ് നിർബന്ധമാണ് എന്നാണ് ഇതിൽ കാണിക്കുന്നത്. ഓക്കെ. ഇനി കാണിക്കുന്നത് എൻ്റെ കാർഡാണ്. ഞാനും എൻ്റെ വൈഫും എൻ്റെ മകളും അടങ്ങുന്ന എൻ്റെ കാർഡ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അതിൽ നിലവിൽ ഞാനാണ് സ്ഥിരമായിട്ട് റേഷൻ വാങ്ങുന്നത്. അതുകൊണ്ട് എനിക്ക് മസ്റ്ററിങ് ആവശ്യമില്ല. എൻ്റെ ഭാര്യയ്ക്കും മകൾക്കുമാണ് മാസ്റ്ററിങ് വേണ്ടത്. അത് ഞാൻ എന്തായാലും പോയി ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം എൻ്റെ കാർഡ് ചെക്ക് ചെയ്യുമ്പോൾ വരുന്നത് ഇങ്ങനെയാണ്. ഓക്കെ. 3ഉം എന്തായിട്ടുണ്ട്, ഡൺ ആയിട്ടുണ്ട്. എൻ്റെ ഭാര്യയും അതുപോലെ തന്നെ മകളും ഞാനും ഡൺ ആയിട്ടുണ്ട്. നിലവിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാനാണ് റേഷൻ വാങ്ങുന്നത്. അതുകൊണ്ട് എനിക്ക് ഡെയിലി എല്ലാ മാസം ഞാൻ പോയി ഫിംഗർ വെക്കുന്നത് കൊണ്ട് എൻ്റെ ഓൾറെഡി ഡൺ ആണ്. ഇതേപോലെയാണ് നിങ്ങളതും വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോകേണ്ട യാതൊരു കാര്യവുമില്ല. ഇപ്പോൾ നേരത്തെ കാർഡ് നിങ്ങൾ കണ്ടല്ലോ. ഇത് നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ തറവാട്ടിലെ കാർഡിൽ 3 എണ്ണം കാണുന്നത് നോട്ട് ഡൺ എന്നാണ്. ഓക്കെ. 3 ആളത് ശരിയല്ല. അപ്പോൾ അവരെന്തായാലും തീർച്ചയായിട്ടും റേഷൻ കടയിൽ പോകണം, മസ്റ്ററിങ് ചെയ്യണം. ഇതേപോലെ നോട്ട് ഡൺ എന്നാണ് നിങ്ങളുടെ കാർഡും കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും റേഷൻ കടയിൽ പോകണം, മസ്റ്ററിങ് നിങ്ങൾക്ക് ആവശ്യമാണ്. ഓക്കെ. അപ്പോൾ കണ്ടല്ലോ, ഇതാണ് മസ്റ്ററിങ് ചെയ്യേണ്ട രൂപം. ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പോയി ചെക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ആ ഒരു സംഭവങ്ങൾ കറക്റ്റ് ചെയ്ത് നോക്കുക. അതിൽ പറഞ്ഞ പോലെ ചെയ്യുക. എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം പോയാൽ മതി. ബാക്കിയുള്ള നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ അടിസ്ഥാനപരമായുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആളുകളും ഈ റേഷൻ കാർഡിൽ പേരില്ല ആളുകളൊക്കെ ഒരുപക്ഷെ മരണപ്പെട്ടിട്ടുണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ പല കാരണത്തിലും അവർ റേഷൻ വാങ്ങാത്ത ആളുകളൊക്കെ ഉണ്ടാവാം. അവരൊക്കെ ഒന്ന് ക്രോഡീകരിക്കാനാണ് എന്ന് തോന്നുന്നു ഇങ്ങനത്തെ ഒരു സംഭവം പുതിയതായിട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ എല്ലായിടത്തും ഇത് ചെയ്യണമെന്നുണ്ട്, റീമസ്റ്ററിങ് ചെയ്യണമെന്നുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്തോളൂ. ഒരുപാട് പേർക്ക് ഉപകാരമാവും.